വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ പോയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒക്കെ പറയുന്ന നമ്മുടെ ഫ്രൂട്ട് ബെറി അപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ കേർഡും യോഗേർട്ടും അതുപോലെ ഐസ്ക്രീമും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണെന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി അത്രയും ടേസ്റ്റുള്ള റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പോൾ ഫ്രൂട്ട് ബെറി അപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് ബെറി അപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെറി അപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. കുറച്ച് ഐസ്ക്രീം വേണം, വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ യോഗേർട്ട് വേണം. ഞാനിപ്പോൾ പ്ലെയിൻ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട് യോഗേർട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പോൾ അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ ഞാനിപ്പോൾ ബ്ലൂബെറിയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ യോഗേർട്ട് ആയതുകൊണ്ടാണ് ബ്ലൂബെറിയുടെ ക്രഷ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കെല്ലോജസ് വേണം. അപ്പോൾ ഇതിൽ ഓട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് എല്ലാം സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ കെലോജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ഓട്സ് ഫ്രൈ ചെയ്തത് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ കോൺഫ്ലേക്സും എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു യോഗേർട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ല ക്രീമി ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ പ്ലെയിൻ യോഗേർട്ട് ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്തത്. ഫ്രൂട്ട് യോഗേർട്ട് ആണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ കെലോജസിൻ്റെ പാക്കറ്റ് ഒന്ന് പൊളിച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ക്രാഡ്ബെറീസൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബദാം ഉണ്ട്, ഓട്സ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓട്സും അതുപോലെ കോൺഫ്ലേക്സും വീട്ടിലുണ്ടായാൽ മതി. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അസറ്റേറ്റ് ഷീറ്റാണ്, ഗ്ലാസ് അല്ല. അപ്പോൾ അസറ്റേറ്റ് ഷീറ്റ് ഇങ്ങനെ റൗണ്ടിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഓട്സ് മിക്സ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓട്സ് മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒഴിക്കുന്നത് നമ്മുടെ യോഗേർട്ടും അതുപോലെ ക്രഷും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു മിക്സ്ചറാണ് ഇനി ഒഴിക്കുന്നത്. അതും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ ക്രഷിൽ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഇനി നെക്സ്റ്റ് ക്രഷാണ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, വേണ്ടില്ല ഒരു ലെയർ പോലെ കിടക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഐസ്ക്രീം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ നല്ല ലിക്വിഡ് ഫോമിലായിരിക്കണം. തണുപ്പുണ്ടാവണം, എന്നാൽ ലിക്വിഡ് ഫോമിലായിരിക്കണം. കാരണം നമ്മളിത് പുള്ളി ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഐസ്ക്രീം ഇരിക്കണമെങ്കിൽ നമുക്കത് പുള്ളി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഐസ്ക്രീം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓട്സിൻ്റെ ആ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള യോഗേർട്ടും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടി ക്രഷ് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം ചെയ്ത അതേ ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു ലെയർ പോലെ തന്നെയാണ് ഈ ഒരു ലെയറും ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ ബ്ലൂബെറിയുടെ ക്രഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം സ്ട്രോബെറി ക്രഷ് എടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറി ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അത് എടുക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ മാംഗോ, പൈനാപ്പിൾ, അങ്ങനെ ഏത് ഫ്രൂട്ടിൻ്റെ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു ബെറി ആപ്പിൾ നമുക്ക് ഏത് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ ഐസ്ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും ആ ഒരു ഓട്സ് മിക്സ്ചർ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തു നമ്മുടെ ബെറിയപ്പ്. അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ജസ്റ്റ് നമ്മളത് സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊക്കി നോക്കാം. അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രൂട്ട് ബേയിലൊക്കെ 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ആണ് നമ്മൾ പർസൻറ്റേജ് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്ലാസ്സിൽ വേണമെങ്കിലും ചെയ്യാം. മോൾ ഭാഗം കവർ ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് പൊക്കി നോക്കാം. നല്ല നല്ല രസത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ആ ക്രഷും അതുപോലെ ഓട്സ്, നട്ട്സ് എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള മിക്സ് എല്ലാം കൂടി എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീമും യോഗേർട്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ക്രഷ്, ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ബ്ലൂബെറിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ചെയ്യാം, അതുപോലെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് സ്ട്രോബെറി കിട്ടുമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പ്യൂരി എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ.